റോൾ മാനേജ്മെന്റ്. അതായത് നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യാന്ന് വിചാരിക്കുക. നമ്മൾ ചിലപ്പം മാനേജർ ആയിരിക്കാം, നമ്മൾ അല്ലെങ്കിൽ അവിടുത്തെ റിസപ്ഷനിസ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ അവിടുത്തെ ക്ലറിക്കൽ സ്റ്റാഫ് ആയിരിക്കാം, ക്ലീനിങ് സ്റ്റാഫ് ആയിരിക്കാം, കിച്ചൺ സ്റ്റാഫ് ആയിരിക്കാം. ഏത് തസ്തികയിലുള്ളവരാണെങ്കിലും എന്താണ് അവരുടെ ഒരു ദിവസത്തെ ഡ്യൂട്ടി എന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു ധാരണ അവർക്കുണ്ടായിരിക്കണം. തന്നെയല്ല, ഇതിനുള്ളൊരു അഡ്വൈസ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കുകയും വേണം. എല്ലാ തസ്തികയിലുള്ള ആൾക്കാരും അവരുടെ സ്പെസിഫിക് ഡ്യൂട്ടിയിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. കിച്ചൺ സ്റ്റാഫ് വന്നിട്ട് അത് ക്ലറിക്കൽ സ്റ്റാഫിൻ്റെ ഡ്യൂട്ടി അവർ ചെയ്യുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യുക, ക്ലറിക്കൽ സ്റ്റാഫ് വന്നിട്ട് കിച്ചൺ സ്റ്റാഫിൻ്റെ ഡ്യൂട്ടി നോക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബ്ലെയിമിങ്ങിന് ആയിരുന്നാൽ തന്നെ ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഭയങ്കര ഒരു കോൺഫ്ലിക്റ്റുകൾ നിറഞ്ഞതായിരിക്കും. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് ഒരു ട്രെയിനിങ് കൊടുക്കേണ്ടത് ഈ ഏത് തസ്തികയിലുള്ള ആൾക്കാർ ഏതൊക്കെ ജോലിയാണ് ചെയ്യുന്നത് അവർ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ആൾക്കാരെയും ഏർപ്പെടുത്തണം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ചെയ്യാനുള്ള ജോലി, നമ്മൾ ഏത് തലത്തിൽ നിൽക്കണം, നമ്മൾ എന്തൊക്കെ അന്വേഷിക്കണം എന്നുള്ളത് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നമ്മുടെ ഈ ജോലി ഈസി ആയിട്ടും ഭംഗിയായിട്ടും കൊണ്ടുപോകാനായിട്ടും ഇത് ഹോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ ഒരു നല്ല രീതിയിലൊരു ഫങ്ഷനിങ് നടത്താനായിട്ടും ഉപകരിക്കുന്നതാണ്. ഇതാണ് റോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്.